വെൽക്കം കണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നല്ല കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്പുകളാണ്. കുറച്ച് പേരൊക്കെ നമ്മുടെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ച കുറേ ടിപ്പുകളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തായാലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പൗഡറിൻ്റെ എന്തായാലും ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുണ്ടെങ്കിൽ വേഗം എടുത്ത് കയ്യിൽ പിടിച്ചോ കേട്ടോ. ഇന്ന് അത് വെച്ചുള്ള കുറച്ചധികം ടിപ്പുകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് വന്നിട്ട് നമ്മുടെ എക്സ്പയറി ഡേറ്റ് ആയ നമ്മുടെ പൗഡറിൻ്റെ ടിന്നിൻ്റെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ ഈ സൈഡിൽ, അതായത് ഈ രണ്ട് ടൈലുകൾ തമ്മിൽ ജോയിൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞോട്ടകളൊക്കെ ഉണ്ടാവും. അതിനകത്ത് കൂടെ ആയിരിക്കും നമ്മുടെ കുഞ്ഞ് മറ്റേ കറുത്തുറുമ്പില്ലേ, കുഞ്ഞിനുറുമ്പ്, അവരുടെയൊക്കെ സഞ്ചാരം അതിൽ കൂടെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറേ വിനാഗിരിയും ഇതൊക്കെ ഇട്ട് തുടച്ച് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു എഫക്റ്റ് പോയി കഴിയുമ്പോൾ വീണ്ടും അവന്മാർ അതിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ടാവും. തുടയ്ക്കുമ്പോൾ ആൾ പോവും, പക്ഷെ അത് കഴിഞ്ഞാൽ ആ ഒട്ടയ്ക്കകത്തുനിന്ന് പിന്നെയും ആൾ പുറത്തോട്ട് പോരും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആ എഡ്ജ്, അങ്ങനത്തെ ആ ഒരു നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ മൂല, അങ്ങനത്തെ ആ സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അവിടെ നമുക്ക് നമ്മുടെ ഈ പൗഡർ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നൊരു ടവൽ വെച്ച് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തൊന്ന് തുടച്ച് ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് തുടച്ചങ്ങ് എടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിക്കോട്ടോ. പിന്നെ ഉറുമ്പിന് ഇതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും വരുമ്പോൾ അവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ആ കുഞ്ഞൻ ഉറുമ്പുകൾ നമുക്ക് തുരത്താൻ പറ്റും. അതേപോലെ തന്നെ ആൾക്കാർ പോകണ കണ്ട രണ്ടുപേരും ഇങ്ങനെ സഞ്ചാരം കണ്ട, അതായത് ഈ ടൈലിൻ്റെയൊക്കെ സൈഡ്, അതേപോലെ നമ്മൾ സ്കേർട്ടിങ് ടൈലിൻ്റെ ഇത് വെച്ചിട്ടുണ്ടാവില്ലേ താഴെയൊക്കെ, അതിൻ്റെ ഇങ്ങനെ വരമ്പത്ത് കൂടെ ഒക്കെ ആൾക്കാർ ഇങ്ങനെ പോവും. അപ്പോൾ അവിടെ നമുക്ക് ഈ പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതായത് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അവർ വളരെ സുരക്ഷിതമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ നമുക്കിങ്ങനെ പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും അവിടെ നിൽക്കുന്ന കാരണം പിന്നെ ആ വഴിക്കും നമ്മുടെ ഉറുമ്പുകൾ വരില്ല കേട്ടോ. അടുത്ത ടിപ്പ് വന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അതിലും വലിയവരായാലും കൊലുസുകളൊക്കെ ഉണ്ടാവും അല്ലേ, സിൽവർ ടൈപ്പിലുള്ള ഓർണമെൻറ്റ്സ്, മാല, അതായത് പാദസരം, കമ്മലുകൾ, അങ്ങനെയൊക്കെ ഉണ്ടാവും, വള, മോതിരങ്ങളൊക്കെ. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കണവരുണ്ടാവും എടുത്ത് വെച്ചിട്ട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് മങ്ങും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ഡപ്പയ്ക്കകത്ത് ഇത് നമ്മുടെ ഈ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഇതേമാതിരി കുറച്ച് പൗഡർ ഇട്ടിട്ട് ഒന്ന് നല്ലോണം അതിലൊന്ന് ഇതാക്കി കൊടുത്തിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആൾ നല്ല സുന്ദരമായിട്ട് അങ്ങോട്ട് ഇരുന്നോളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഷൈനിങ് നഷ്ടപ്പെടില്ല. പിന്നെ അതിനകത്ത് ഇതിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വിയർപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ചൊക്കെ വരും. പക്ഷെ അതൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്തു വെച്ചാൽ. അപ്പം നല്ല സെറ്റപ്പായിട്ട് നമുക്കിങ്ങനെ റെഡിയാക്കി വെക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ ഇതേമാതിരി പൊതുവെ ഇങ്ങനെ കുറച്ച് സേഫ്റ്റി പിന്നൊക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുഞ്ഞു ഡബ്ബകളിലാക്കി നമ്മൾ വെക്കും. അപ്പോൾ നമുക്കതിൽ നിന്ന് എടുക്കാൻ എളുപ്പമാണല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ എന്ത് സംഭവം ഉണ്ടാവുമെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ അവിടെ ഇങ്ങനെ തുരുമ്പൊക്കെ പിടിക്കും. അപ്പോൾ ഈ തുരുമ്പ് പിന്നെ പിടിച്ച് കഴിഞ്ഞ് പിന്നെ നമുക്കത് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല, കുത്താൻ പറ്റില്ല, തുണിയൊക്കെ നാശമായി പോകില്ലേ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ആ ഡബ്ബയ്ക്കകത്ത് കുറച്ച് പൗഡർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഷെയ്ക്ക് ചെയ്ത് അതിൻ്റെയൊക്കെ പുരട്ടി അങ്ങ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ തുരുമ്പ് പിടിക്കുന്ന ആ സംഭവമില്ലേ അതുണ്ടാവില്ല. അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു കോൺട്രാക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ സാധനം തുരുമ്പൊക്കെ പിടിച്ച് നാശമായി പോകണം. അപ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നാശമാവാതിരുന്നോളൂ കേട്ടോ, നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഡബ്ബർ ബാൻഡ് അത് തന്നെ, ആ സാധനം നമ്മളിങ്ങനെ കുപ്പിയിലൊക്കെ ആക്കി വെക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ ഭയങ്കര സ്നേഹം ഉള്ളവരായി മാറും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കും. അതിൻ്റെ ആ ഒരു ഇതൊക്കെ റബ്ബർ നാശമാവാൻ തുടങ്ങും. അപ്പോൾ അതിനും നമുക്ക് ഈ പൗഡറില്ലേ അതങ്ങോട്ട് ഇട്ടങ്ങ് കൊടുത്ത് നല്ലപോലെ ആ കുപ്പി അങ്ങോട്ട് അടച്ചിട്ട് അങ്ങ് കുലുക്കങ്ങ് കൊടുക്കുക. അപ്പോൾ ഈ പൗഡർ ആ റബ്ബർ ബാൻഡിൻ്റെ എല്ലാവിടെയും എത്തിയിട്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒട്ടിപ്പിടിക്കില്ല, അങ്ങനെ ഇതായിട്ട് സംഭവം നാശമാവില്ല. അല്ലെങ്കിൽ ഇതായി റബ്ബറൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക ആകെ നാശമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയാവും നമ്മളെങ്ങനെ എടുത്തു വെച്ചാലും. അപ്പോൾ ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ സംഭവം കുറേ നാൾ ഇതിങ്ങനെ കേടാവാതെ നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും, ഒരു പ്രശ്നവും ഇതിന് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് വന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകളൊക്കെ ഉണ്ടാവും. കുഞ്ഞുങ്ങളുടെ തന്നെയല്ല, നമ്മുടെ
അമ്മമാരുടെയൊക്കെ ബ്ലൗസുകളിനകത്തും ഇങ്ങനെ കൊളുത്തുകൾ ഉണ്ടാവില്ലേ. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഇതിങ്ങനെ അതിനകത്ത് ഇങ്ങനെ തുരുമ്പ് വരും. നമ്മളിതൊക്കെ കഴുകി ഉണക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാലും അതിങ്ങനെ ഇരുന്നിട്ട് അതിനകത്തൊരു തുരുമ്പ് പോലെ വന്ന് അതിൻ്റെ ഒരു കറയും കാര്യങ്ങളൊക്കെ വരും. അവിടെ നിന്ന് പിന്നെ നാശമായി തുടങ്ങും, പ്രത്യേകിച്ച് ബ്ലൗസിൻ്റെ കൊളുത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഉണക്കിയൊക്കെ വെക്കണേനും ഉണക്കിയൊക്കെ എടുത്തിട്ട് നമ്മൾ അലമാരി കയറ്റി വെക്കണതിന് മുമ്പ് ഈ പൗഡർ ലേശം അതും ഇട്ട് കൊടുക്കാം. റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, ആ തുരുമ്പും കാര്യങ്ങളൊക്കെ വരാതെ ആ സംഭവം നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളൂ കേട്ടോ. കാരണം നമ്മൾ വെള്ളമൊക്കെ ആവണതാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. പിന്നെ അതേമാതിരി ഇങ്ങനത്തേൻ്റെയൊക്കെ നമ്മൾ ഉള്ളിക്കൂടെ ഈ തുണി കയറ്റി തുണി കയറ്റി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അലമാരിയിൽ വെക്കുമ്പോൾ ആ തുണിയൊക്കെ ഇല്ലേ അത് അതിൻ്റെ അങ്ങനത്തേന് ഉള്ളിൽ കയറ്റി കൊടുക്കുന്നതൊക്കെ മാറ്റിയിട്ട് വേണം വെക്കണമെങ്കിൽ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെയൊക്കെ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും സോക്സുകൾ. അപ്പോൾ ചില നേരത്ത് ഇത് ഇടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് തോന്നും അല്ലേ, അത് കയറി പോകണില്ല എന്നൊക്കെ ഉള്ള ഒരിത് വരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് പൗഡർ ഇട്ടിട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഇടാനും പറ്റും. അതേപോലെ തന്നെ നല്ല സ്മെല്ലോടുകൂടി നമ്മുടെ സോക്സ് ഇരിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ടിപ്പ് വന്നിട്ട് ഇത് പൗഡറിൻ്റെ അല്ല കേട്ടോ, റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കുറേ ഉറുമ്പുകളുടെ ശല്യമുണ്ട്, അപ്പോൾ അതിനെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ട് കുറച്ച് പേര് കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അതിങ്ങനെ നമുക്ക് ഏത് സോപ്പ് പൊടിയാണോ നമ്മൾ എടുക്കുന്നത്, ഇനിയിപ്പോൾ ഡിഷ് വാഷ് ആണെങ്കിൽ അതെടുക്കാം. പക്ഷേ എനിക്ക് സോപ്പ് പൊടി ഉപയോഗിച്ചപ്പോഴാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയത്. 2 ടേബിൾ സ്പൂൺ എടുക്കുക, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണും നമ്മുടെ വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് അങ്ങ് എടുക്കുക. എന്നിട്ടൊരു സ്പ്രേ ബോട്ടിലില്ലേ നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് എടുക്കുന്ന വീട്ടിൽ മറ്റേ കൃഷി കാര്യങ്ങൾ എന്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ എല്ലാവിടെ അവൈലബിൾ ആണ് സാനിറ്റൈസറിൻ്റെ കുപ്പിയല്ലേ, അത് കാലിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തായാലും ഒഴിച്ചാൽ മതി. ഒഴിച്ചിട്ട് ഇതിങ്ങനെ ഈ ഉറുമ്പുകളിങ്ങനെ നിരനിരയായിട്ട് പോകുന്നുണ്ടാവും. ഈ കറുത്ത മറ്റ് കുനുകുനൂന്നുള്ള ഉറുമ്പുകളും, അതേപോലെ എന്താ പറയുക വലിയ കടിക്കുന്ന ഉറുമ്പുകളും, വലിയ ഉറുമ്പുകളും, പഞ്ചസാര ഉറുമ്പ്, അങ്ങനെ പല ടൈപ്പ് ഉറുമ്പ്, ഏത് ഉറുമ്പ് ആയിക്കോട്ടെ ഈ സംഭവം അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ ആൾക്കാരെ നമുക്ക് തുരത്താം കേട്ടോ. കാരണം നമ്മൾ ഇതുവരിക്കും ഉറുമ്പുകളല്ല ഉപദ്രവിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇവറ്റങ്ങൾ കുറേ ആയി കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് വല്ലാത്ത ഉപദ്രവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കിക്കോ, പെട്ടെന്ന് ഞൊടിയിടയിൽ നമ്മുടെ ഉറുമ്പുകളെയൊക്കെ നമുക്ക് തുരത്തിയെടുക്കാം കേട്ടോ. പാവങ്ങളാണെന്ന് വിചാരിക്കേണ്ട, ഇവറ്റങ്ങൾ കൂടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ് നമ്മുടെ കൃഷിക്ക്. അതായത് ഈ ഇങ്ങനത്തെ ഉറുമ്പുകൾ, കറുത്ത ഉറുമ്പുകളൊക്കെ ഈ പയറുമൊക്കെ വന്നിരുന്ന് അത് തിന്നും, നമുക്ക് നല്ല വിളവും കാര്യങ്ങളൊന്നും കിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചത്തതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.